അൽതാഫ് സലീം സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി 2017 പുറത്തിറങ്ങിയ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിൽ നായികയായി മലയാള സിനിമയിലേക്ക് കടന്നുവന്ന നടിയാണ് ഐശ്വര്യ ലക്ഷ്മി. റേച്ചൽ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നടി അവതരിപ്പിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായത് ഒരു പുതുമുഖ നടി എന്ന നിലയ്ക്ക് ഐശ്വര്യയ്ക്ക് നേട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കരിയറിലെ ഏറ്റവും മികച്ചതും ബ്രേക്ക് ത്രൂ ആയ വേഷം ഐശ്വര്യലക്ഷ്മിയെ തേടിയെത്തിയത് ചിത്രം മായാനദി. 2017 ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായ ചിത്രത്തിൽ നായകനോളം അല്ലെങ്കിൽ നായകനേക്കാൾ സ്ക്രീൻ സ്പേസും പെർഫോമൻസും കൊണ്ട് മികച്ചതാക്കാൻ ഐശ്വര്യയ്ക്ക് കഴിഞ്ഞു. പ്രമേയപരമായും ഗാനങ്ങളാലും ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അപർണ രവി എന്ന അപ്പുവിനെ മനോഹരമാക്കി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു നടി. ചിത്രത്തിൻ്റെ സ്വീകാര്യത മലയാള സിനിമയിലെ മുൻനിര നായിക നിരയിലേക്ക് ഐശ്വര്യയെ പ്രതിഷ്ഠിച്ചു. പേരിലെ ഐശ്വര്യം മൂന്നാമത്തെയും നാലാമത്തെയും ചിത്രങ്ങളെ വിജയിപ്പിച്ചത് ഭാഗ്യനായിക എന്നുള്ള പട്ടവും നടിക്ക് സിനിമാ ലോകം ചാർത്തി നൽകി. മൂന്നാമത്തെ ചിത്രം 2018 അമൽ നീരദ് സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി പുറത്തിറങ്ങിയ വരുത്തൻ എന്ന ചിത്രമാണ്. പ്രിയ എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ ഐശ്വര്യ ചെയ്തത്. ഫഹദിൻ്റെ വൺ മാൻ ഷോ ആയിരുന്നു ചിത്രം. എങ്കിലും മികച്ച പ്രകടനവുമായി ഐശ്വര്യ തൻ്റെ മൂന്നാമത്തെ വിജയ ചിത്രമാക്കി വരുത്തനെ മാറ്റി. ഹാർട്ടിക് വിജയത്തിന് പിന്നാലെ നാലാമത്തെ വിജയ ചിത്രമായിരുന്നു ജിസ്ജോയുടെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ ആസിഫ് അലി ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. ഒരു ഫീൽ ഗുഡ് ചിത്രമായ മൂവി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. തുടരെ 4 ചിത്രങ്ങളുടെ വിജയത്തോടെ മലയാളത്തിലെ മുൻനിര നായിക നടിമാർ വാങ്ങുന്ന പ്രതിഫലത്തിനരികെ നടി എത്തിയിരുന്നു. ഇനി ഐശ്വര്യ ലക്ഷ്മിയുടെ നാളുകളാണ് എന്നും ഐശ്വര്യമുള്ള നായികയെന്നും വിളിപ്പേരുകൾ നടിക്ക് സിനിമാ ലോകം ചാർത്തി. എന്നാൽ പിന്നീട് വന്ന അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്, ബ്രദേഴ്സ് ഡേ, ലോഞ്ചിങ് ബുദ്ധ, കാണാ കാണൈ, അർച്ചന 31, നോട്ട് ഔട്ട്, കുമാരി, ക്രിസ്റ്റഫർ എന്നിവ നിലം തൊടാതെ പൊട്ടി. ബ്രദേഴ്സ് ഡേ മാത്രമാണ് ഇതിൽ കുറച്ചെങ്കിലും ഓടിയ പടം, അതും ഓണ സീസൺ ആയതുകൊണ്ട്. ഇതോടെ ഭാഗ്യനായിക എന്ന പട്ടം പതിയെ നടിയിൽ നിന്നും പിൻവാങ്ങി. തുടർ പരാജയങ്ങളിൽ നിന്ന നടിക്ക് വീണ്ടും കനത്തൊരു ആഘാതമായിരുന്നു പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിൽ പുറത്തിറങ്ങിയ ദുൽഖർ ചിത്രം കിങ് ഓഫ് കൊത്തയുടെ കനത്ത പരാജയം. ബോക്സ് ഓഫീസ് ദുരന്തമായ ചിത്രത്തിലെ നടിയുടെ പ്രകടനവും വിമർശിക്കപ്പെട്ടു. തമിഴിലും തെലുങ്കിലും ഭാഗ്യം പരീക്ഷിച്ച നടിക്ക് പൊന്നിയിൻ സെൽവനിലെ പൂങ്കുഴലി എന്ന കഥാപാത്രം നേട്ടമായി. ഖട്ട കുസ്തിയും ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ അവസരങ്ങൾ കുറയുമെന്ന നിലയിലാണ് ഷറഫുദ്ദീൻ നായകനായ ഹലോ മമ്മി സാമ്പത്തിക വിജയമായത്. തെല്ല ആശ്വാസമായി ഐശ്വര്യയുടെ കരിയറിൽ. മണിരത്നം ചിത്രമായ തഗ് ലൈഫാണ് വരാനിരിക്കുന്ന ഐശ്വര്യലക്ഷ്മി ചിത്രം.